ഞാൻ ജയ റെജി മത്തായി സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ടെക്സസിൽ ജോലി ചെയ്യുന്നു. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇതൊരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് ഉപയോഗിക്കരുത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പഠിച്ചതിൽ നിന്നും കിട്ടിയ അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ്. എനിക്കറിയാം നമ്മളിൽ പലർക്കും ഇത് ഒട്ടും പരിചിതമല്ല ഒരു കാര്യമല്ല. നിങ്ങൾ വിചാരിക്കില്ല ഇങ്ങനെ ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് എന്ന് പറയുന്നത് അത് ആൺകുട്ടികളിൽ മാത്രം, പെൺകുട്ടികളിൽ മാത്രം അങ്ങനെ ഒതുങ്ങുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ജീവിത പങ്കാളിയിൽ മാത്രം അല്ല. ഇത് ജീവിത പങ്കാളിയിൽ നിന്നോ, ലവേഴ്സിൽ നിന്നോ, ലിവിങ് ടുഗദറിൽ നിന്നോ, ആണിനോ പെണ്ണിനോ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ തന്നെ അത് മനസ്സിലാക്കണം ആക്ച്വലി ഇത് എന്താണെന്ന്. ഇത് ഒരു പാർട്ട്ണർ ആണോ പെണ്ണോ ആയിക്കോട്ടെ, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സെക്ച്വലായിട്ടോ അബ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന്. നമ്മളിൽ പലർക്കും ഇതെന്താണെന്നും ഇതെങ്ങനെ തിരിച്ചറിയാമെന്നും എവിടെയാണ് നമ്മൾ ഇതിനൊരു നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നും നമ്മൾ ചിന്തിക്കാറില്ല. അതേപ്പറ്റി പറയുമ്പോൾ കുറച്ച് പുറകിലോട്ട് ചിന്തിച്ചേ. നമ്മളോട് എന്താണ് നമ്മുടെ പൂർവികർ, ഒരു പെൺകുട്ടി വിവാഹ ജീവിതത്തിലോട്ട് കടന്നു പോകുമ്പോൾ അവളോട് പറയുന്നത്, നിന്റെ ഹസ്ബൻഡ് എന്ത് പറയുന്നോ അതെല്ലാം കേൾക്കുക. അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, നമ്മുടെ നെയ്ബേഴ്സിലൊക്കെ പല ഭർത്താക്കന്മാരും ഭാര്യമാരെ കള്ള് കുടിച്ചിട്ടും കുടിക്കാതെയും തല്ലുന്നതും ബഹളമുണ്ടാക്കുന്നതും. അപ്പോഴെല്ലാം ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അത് അവളുടെ ഭർത്താവല്ലേ തല്ലുന്നത്, നമുക്കതിനകത്ത് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. ഭർത്താവാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യും, അത് ഭാര്യയുടെ കടമയാണ് അതെല്ലാം സഹിക്കുക എന്നുള്ളത്. അപ്പം പണ്ട് മുതലേ നമ്മൾ പെൺകുട്ടികളെ അല്ലെ ഭാര്യമാരെ ഒരു സഹനത്തിൻ്റെ മൂർത്തിഭാവം, ജീവിതത്തിൽ എന്ത് വേണേലും സംഭവിച്ചോട്ടെ, ഒരു ഭാര്യയായിരിക്കുമ്പോൾ കുടുംബം മുമ്പോട്ട് പോകാൻ വേണ്ടി എല്ലാം സഹിക്കുക. നീ ഒരു കണ്ണടയ്ക്കണം, ഒരു വിവാഹ ജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ ഒരു കണ്ണടച്ചു വേണം ജീവിക്കാൻ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ചിന്തകൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെവിടെയാണ് തുടങ്ങേണ്ടത്? നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അവരുടെ സ്കൂൾ ജീവിതത്തിൽ തന്നെയാണ്. അതായത് അവിടെ ആണിനെ ആണായിട്ടും പെണ്ണിനെ പെണ്ണായിട്ടും കണ്ട് മനസ്സിലാക്കി റെസ്പെക്റ്റ് ചെയ്യണം. ഇത് പറയുമ്പോൾ എനിക്ക് ഈയിടെ, അതും ഇവിടെ ജനിച്ചു വളർന്ന ഒരു മലയാളി, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ആ ഒരമ്മ എന്നോട് പറയുവാണ്, എൻ്റെ മോന് ഞാൻ അവന് ചോറും കറിയും ഭക്ഷണവും ഡ്രസ്സും എല്ലാം റെഡിയാക്കി കൊടുക്കുന്നു, അമേരിക്കയിൽ എല്ലാം റെഡിയാക്കി കൊടുക്കുന്നു. ആരായിരിക്കും എൻ്റെ മോനെ എന്നെ കല്യാണം കഴിക്കുന്നത്? ആരായിരിക്കും ആ പെൺകുട്ടി? എൻ്റെ മോൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുമോ? റിയലി അതെന്നെ ഒത്തിരി ഷോക്ക് ചെയ്ത്. കാരണം ഇത് എൻ്റെ തലമുറയിൽപ്പെട്ട ആളല്ല, എൻ്റെ മോടെ തലമുറയിൽപ്പെട്ടെന്ന് പറയാം. അതായത് പേരൻസ് വന്ന് ഇവിടെ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി, തൻ്റെ മോനെ പറ്റിയുള്ള ആകുലത. അപ്പം ഇത് ഇപ്പം പഴയ കാലമെന്നും പുതിയ കാലമെന്നും അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴും വിചാരിക്കുന്നത്, അതായത് ആൺകുട്ടി ഒരുങ്ങി ഇങ്ങനെ ഇരിക്കും, പെൺകുട്ടികൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, അങ്ങനെ ഒരു ട്രഡീഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അതായത് ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലാണ്. അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളും അവരുടേതായ ഒരു പ്രൈവസിയും പല കാര്യങ്ങളുണ്ട്. അതിനകത്തോട്ട് മറ്റൊരാൾ കടന്നു വരുമ്പോൾ അതെങ്ങനെയാണ് പരസ്പരം റെസ്പെക്റ്റ് ചെയ്യേണ്ടത്? അത് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് സംസാരത്തിൽ മാത്രമല്ല, അവരുടെ ചിന്തകളിലും അവരുടെ ഐഡിയാസിനെയും എല്ലാം റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത് നമ്മൾ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണം. പിന്നെ ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസിൽ എന്താണ് സംഭവിക്കുന്നത്? അത് ശരിയാണ്, ഫിസിക്കലായിട്ട് അടി, ചവിട്ട്, തൊഴി, ഇങ്ങനെ അങ്ങ് നീണ്ട് ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്, അതൊരു തരത്തിലുള്ളത്. പിന്നെ
രണ്ടാമത്തത് സൈക്കോളജിക്കലാണ്. അതായത് ചെയ്യുന്നതും പറയുന്നതും എല്ലാം കുറ്റം മാത്രമേ പറയാനുള്ളൂ. അവസരം കിട്ടുമ്പോഴെല്ലാം താഴ്ത്തിക്കെട്ടും. ഇതും ഒരുതരം അബ്യൂസാണ്. പിന്നെ മറ്റതെന്ന് പറയുന്നത് സെക്ച്വൽ അബ്യൂസ്. നമ്മളെപ്പോഴും ഓർക്കണം, സെക്സ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഇഷ്ടത്തോടെയും സമ്മതത്തോടെയും നടത്തേണ്ട ഒരു കാര്യമാണ്. അതൊരിക്കലും ആണിന് പെണ്ണിൽ അവകാശം കാണിക്കാനായിട്ടുള്ള ഒരു ആക്ട് അല്ല. നമ്മൾ മൃഗങ്ങളെപ്പോലെയല്ല മനുഷ്യർ പെരുമാറേണ്ടത്. തൻ്റെ പങ്കാളിക്ക് അതിന് റെഡിയല്ല എന്നുള്ള സമയത്ത് ഫോഴ്സ്ഫുള്ളായിട്ട് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ കാണുന്ന സിനിമയിലും പണ്ട് കാലത്തും എല്ലാം ആണുങ്ങൾക്ക് അവരുടെ ഒരു കരുത്തോ കാണിക്കാനുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് സെക്സിനെ കാണിക്കുന്നത്. പക്ഷെ അതല്ല, നമ്മളുടെ സ്നേഹവും കരുതലും പങ്കാളിയുമായിട്ട് പങ്കിടാനായിട്ടുള്ള ഒരാക്റ്റാണ് സെക്സ്. അതൊരിക്കലും ഫോഴ്സ്ഫുള്ളി ചെയ്യരുത്. സെക്സ് ഫോഴ്സ്ഫുള്ളി എന്ന് പറയുമ്പോൾ ഈവൻ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഒരു ബൗണ്ടറി ഉണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയിലോട്ട് കടന്നു വരാൻ സമ്മതമില്ലാത്ത സമയത്ത് അങ്ങനെ കടന്ന് ചെല്ലരുത്. അതുപോലെ തന്നെ കൂടുതലായിട്ടും ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സെക്ച്വൽ അബ്യൂസുകളാണ് കൂടുതലായിട്ടും നടക്കുന്നത്. അതുപോലെ തന്നെ ഇമോഷണലായിട്ടും വളരെയധികം, അതായത് പലപ്പോഴും നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നീ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, അങ്ങനെയുള്ളൊരവസരത്തിൽ പങ്കാളിക്ക് എന്താണ്, ഞാൻ എന്ത് ചെയ്യുന്നതാണ് കറക്റ്റ്, എന്ത് ചെയ്യുന്നതാണ് കറക്റ്റ് അല്ലാത്തത്, ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലെത്തും. ഇങ്ങനെയുള്ള ഈ അവസരങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഫിസിക്കൽ അബ്യൂസ് മൂലം നമ്മൾക്ക് പലതരത്തിലുള്ള, അതായത് പല ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഇഞ്ചുറീസ്, ഇതുമൂലം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൻ്റെ ബില്ല് ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുത്തുന്നു. പിന്നെ നമ്മൾക്ക് ഇമോഷണലായിട്ട് വരുമ്പോഴത്തേക്ക് അത് നമ്മളെ സിവിയർ ഡിപ്രഷനിലും, ആൻസൈറ്റി, ഡിപ്രഷൻ, നമ്മളെ ഒന്നിനും കൊള്ളാത്തവരായിത്തീരുന്നു. ഇങ്ങനെ ഈ നീണ്ട നിരയിലുള്ള അബ്യൂസ് കടന്നു വരുന്നവർക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതെ വരുന്നു. ഈ സമയത്താണ് അവർ തന്നെ പലരും ആത്മഹത്യയിലും, അതുപോലെ തന്നെ PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ആൻസൈറ്റി, ഡിപ്രഷൻ, PTSD ഇങ്ങനെയുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ വരുന്നു. പിന്നെ ഇങ്ങനെയുള്ളവർക്ക് പിന്നെ അഥവാ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയാലും പിന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ഒരിക്കലും എത്താൻ പറ്റാത്ത അവസ്ഥയിലെത്തിക്കുന്നു. അവർക്ക് തന്നെ അവരുടെ ജീവിതം ഒരു ഹോപ്പ്ലെസ്, യൂസ്ലെസ് ആയിട്ട് സൂയിസൈഡിൽ എത്തുന്ന പലരുമുണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് ഈ ഇടയായിട്ട് ഒരു രോഗി വന്ന് 70 വയസ്സുള്ള ഒരമ്മച്ചി. ആ 70 വയസ്സുള്ള അമ്മച്ചിക്ക് തൻ്റെ ഭർത്താവ് തന്നെ ഒരു 25 വർഷം മുമ്പ് ചീറ്റ് ചെയ്ത കഥ മനസ്സിലാക്കുവാണ്. അതായത് വളരെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ദൈവഭക്തിയും നല്ലൊരു കുടുംബത്തിലുള്ള ഒരു മോളാണ് ഈ അമ്മച്ചി. അതായത് ആ അമ്മച്ചിയുടെ ഫാദർ മദറും ബെസ്റ്റ് എക്സാമ്പിൾ, ബെസ്റ്റ് കപ്പിൾ. അതുപോലെ തന്നെ ഈ അമ്മച്ചിയുടെ ഭർത്താവും ഒരു പ്രീസ്റ്റായിരുന്നു. പുള്ളി അതുപോലെ തന്നെ നോക്കുമ്പോൾ നല്ല ബെസ്റ്റ് എക്സാമ്പിൾ. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നു, പ്രീച്ച് ചെയ്യുന്നു, പ്രീസ്റ്റാണ്, എല്ലാവിധ ഗുണങ്ങളും. അപ്പോൾ അമ്മച്ചി പറയുന്ന, ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 100ൽ 100 മാർക്ക് കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെയുള്ള ഞാൻ, എൻ്റെ മോനൊരു സർജറിയുടെ അവസരം വന്ന്, അപ്പോൾ അമ്മച്ചിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്ന്. അവിചാരിതമായിട്ട് വീട്ടിലോട്ട് വന്നപ്പോൾ ഹസ്ബൻഡ് ഫോണോഗ്രാഫി ചെയ്യുന്നു. ഇത് അമ്മച്ചിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റിയില്ല. ഇതിൽ നിന്ന് അമ്മച്ചി പല കാര്യങ്ങളും കണ്ടുപിടിച്ചു. അങ്ങനെയാണ് അമ്മച്ചി മനസ്സിലാക്കുന്നത് ആ ഹസ്ബൻഡിന് തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു എംപ്ലോയിയുമായിട്ട് 5 വർഷത്തെ അവിഹിത ബന്ധമുണ്ടായിരുന്നെന്ന്. ഇത് 5 വർഷം ഉണ്ടായിരുന്നു, പക്ഷേ 25 വർഷം മുമ്പ് നടന്ന കാര്യമായിരുന്നു. ഇത് ഈ അമ്മച്ചിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിവേ ഷി വാസ് കറേജ് ഇനഫ്. അത് എല്ലാവരെയും അറിയിച്ചു. ആ പ്രീസ്റ്റ്ഹുഡ് എല്ലാം മാറി, അതെല്ലാം കഴിഞ്ഞു. പക്ഷെ എന്നാലും അമ്മച്ചി പറയുന്നത്, എനിക്ക് ഇതുവരെ ഇത് ക്ഷമിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ക്ഷമിക്കാൻ നോക്കുവാണ്, പക്ഷേ എനിക്ക് മറക്കാനും ക്ഷമിക്കാനും പറ്റുന്നില്ല. കാരണം
ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് സ്നേഹിച്ച മനുഷ്യനായിരുന്നു. ഈ അമ്മച്ചിക്ക് മറക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ സ്നേഹിച്ച മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ ആ ഇമോഷണൽ ട്രോമ എനിക്ക് പറ്റുന്നില്ല. പിന്നെ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് അമേരിക്കയാണ്, 70 വയസ്സുള്ള അമ്മച്ചിയാണ്. പക്ഷേ ഈ അമ്മച്ചി ഒരിക്കലും ജോലി ചെയ്തിട്ടില്ലെന്നും ഈ സമയത്ത് ഈ അമ്മച്ചിക്ക് ഈ തൻ്റെ ഹസ്ബൻഡിലൂടെ ജീവിക്കണ്ട എന്നാഗ്രഹമുണ്ട്. പക്ഷേ എങ്ങോട്ട് പോകും? വീടില്ല, ജോലിയില്ല. അമേരിക്കയിൽ നമ്മൾക്കൊരു ജോലിയും നമ്മൾക്ക് ജോലി ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ജോലി ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കത്തില്ല. ഇത് ഞാനിവിടെ പറയാൻ കാരണം നമ്മുടെ കുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ അഡൾട്ടിൻ്റെ കാര്യമാണ് കൂടുതലായിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളോട് പറയണം. അതായത് മറ്റുള്ളവരെ എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത്, അവരുടെ പേഴ്സണൽ സ്പേസിലോട്ട് അൺനെസസറി ആയിട്ട് കടന്നു ചെല്ലലും, പുട്ട് ബൗണ്ടറീസ്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഫുഡുകളൊക്കെ കൊണ്ട് ഒരു 7, 8, 9, 10 വയസ്സിൽ തന്നെ കുട്ടികൾ മച്യൂർ ആകുവാണ്. അതായത് അവരുടെ ഹോർമോണൽ ചേഞ്ചസ് വന്ന് അവർക്ക് പല പല ഫീലിങ്സുകൾ വരുന്നു. പക്ഷെ അവരുടെ ബ്രെയിൻ ഒരിക്കലും മച്യൂർ ആകുന്നില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം ശരീരത്തിലെ മാറ്റങ്ങളും. നമ്മുടെ പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് പ്രത്യുൽപാദനത്തിനാണ്. ആ പ്രത്യുൽപാദനത്തിന് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് വരുത്തി നമ്മൾക്ക് ഈ ഫീലിങ്സ് ഒക്കെ വരും. ഇതൊക്കെ നോർമലാണ്. പക്ഷെ നമ്മുടെ ബ്രെയിൻ മച്യൂർ ആയിട്ടില്ല. നമ്മൾ സെക്ച്വലി ആക്റ്റീവ് ആകാനായിട്ടുള്ള സമയമായിട്ടില്ല. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പുട്ട് ബൗണ്ടറീസ് ഇൻ റിലേഷൻഷിപ്പ്. നമ്മൾ ഒരാളുമായിട്ട് അടുക്കുമ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുക. സംസാരത്തിലും പ്രവൃത്തിയിലും ഇമോഷണലായിട്ട് പലപ്പോഴും സ്കൂളുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ വളരെ അടുത്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ ആണിനോ പെണ്ണിനോ പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല. അവരവിടെ നിന്ന് ബ്രേക്കപ്പ് ആകുന്നു. ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് ഭയങ്കര ദേഷ്യമാണ്. അത് അമേരിക്കയിലും, നാട്ടിൽ മാത്രമല്ല അമേരിക്കയിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ആൺകുട്ടിയാണെങ്കിൽ ഒത്തിരി കേസസ് എൻ്റെ അടുക്ക വരാനുണ്ട്. അവരിങ്ങനെ ന്യൂസ് സ്പ്രെഡ് ചെയ്യും, ഞങ്ങൾ വി ഹാഡ് സെക്സ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് അത് മാനസികമായിട്ട് വളരെയധികം വേദനിപ്പിക്കുന്നു. ഇങ്ങനെ പേരുദോഷം കേൾക്കുമ്പോൾ അത് ഒരു ഇമോഷണൽ അബ്യൂസാണ്. നമ്മുടെ സ്കൂളുകളിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നീ എന്നെ ഡിസ്ട്രാക്ട് ചെയ്തു. ഓക്കെ. അപ്പം ഞാൻ ചോദിച്ചു, മൈക്രോബയോളജിയിലൊക്കെ നല്ല മാർക്കുണ്ട്, പഠിക്കാൻ നല്ല മിടുക്കിയാണ്, പിന്നെ നീ എന്താണ് ജോലിക്കൊന്നും നോക്കാഞ്ഞത്, ജോലി ചെയ്യാതിരിക്കുന്നതിൽ വിഷമമൊന്നുമില്ലേ? അപ്പോൾ എന്നോട് പറയുവാണ്, ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. അപ്പം കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ, പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചിന്ത, എനിക്ക് എൻ്റെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എത്രയും പെട്ടെന്ന് എൻ്റെ കല്യാണം നടക്കുക എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ പേരൻസിന് പിന്നെ 3 പേരെ പറ്റി ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പം ഞാൻ അതേ ഉള്ളൂ ചിന്തിച്ചുള്ളൂ, പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ കല്യാണം നടക്കട്ടെ, ഞാൻ ജോലി നേടുന്നതിനെ പറ്റിയോ സ്വന്തം കാലിൽ നിൽക്കുന്നതിനെ പറ്റിയോ ഒന്നും ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞയാൾ ഇപ്പോൾ പറയുന്നത്, ഞാൻ എൻ്റെ മോളോട് പറയുന്നത്, മോളെ നീ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കുക, അത് കഴിഞ്ഞ് മതി കല്യാണമൊക്കെ. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, നമ്മുടെ ജീവിതം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല. നമ്മൾക്ക് തോന്നും നമ്മുടെ പങ്കാളി നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും, നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. ഇത് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാം ചീറ്റിക്കാങ്ങണമെന്നില്ല. പല ജീവിത സാഹചര്യത്തിലും നമ്മൾ ഒറ്റപ്പെടുന്ന അവസരം വരും. ആ സമയത്ത് ഇതിനെ അതിജീവിക്കാൻ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. ഇനി അല്ല, ഞാൻ പറഞ്ഞ പോലെ ഒരു വയലൻസ് സിറ്റുവേഷൻ ആണെങ്കിലും അവിടെയും നമ്മൾക്കിതിനെ അതിജീവിക്കാൻ നമ്മൾ തന്നെ അതിനുള്ള ഊർജം ആർജിക്കണം. അതിനുവേണ്ടി നമ്മൾ പഠിച്ച് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം. ഈ ഒക്ടോബറിന് ഇൻറ്റിമേറ്റ് വയലൻസ് ഉണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്. ഇങ്ങനെ പല നീണ്ട ഒരു വയലൻസ് അവയർനെസ് മന്താണിത്.
പക്ഷെ എന്ത് വയലൻസ് സംഭവിച്ചാലും എന്ത് അവയർനെസ് നടത്തിയാലും നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പോകണമെന്ന് നമ്മളാണ് ഒരു ബൗണ്ടറീസ് ഇടേണ്ടത്. ഒരു റിലേഷൻഷിപ്പിൽ, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏത് റിലേഷൻഷിപ്പിലും നമ്മളെ ആയിരിക്കുന്ന അവസ്ഥയിൽ റെസ്പെക്റ്റ് ചെയ്യാത്ത, ഇമോഷണലി, സൈക്കോളജിക്കലി, ഫിസിക്കലി, സെക്ച്വലി അബ്യൂസ് ചെയ്യുന്ന ഒരാളുടെ കൂടെ ജീവിക്കണോ? അല്ല, അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇതൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമാണെങ്കിൽ അതിന് പോയി നമ്മുടെ ജീവിതം സുന്ദരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാനാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളാരും ഒന്നും സഹിക്കേണ്ട ആവശ്യമില്ല. സഹനത്തിൻ്റെ പ്രതിരൂപം ആയിട്ട് സ്ത്രീയെ കാണുന്ന ആ കാലം കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീയെ സ്ത്രീയായിട്ട് കണ്ട് അവളുടെ സ്വപ്നങ്ങളും അവളുടെ പ്രൈവസിയും അവളുടെ ഇൻഡിപെൻഡൻസും റെസ്പെക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. പക്ഷേ ഇതിനോടൊപ്പം ഞാൻ പറയുന്നു, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇത് സ്ത്രീക്ക് മാത്രമല്ല, ഇത് പുരുഷനും. ആരും ഒരിക്കലും ഒരു വയലൻസിൻ്റെ വിക്ടിം ആകാനുള്ള സാഹചര്യം സ്വയം ഒരുക്കി കൊടുക്കരുത്. അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ നമുക്ക് വരുന്ന തലമുറയെ വളർത്താൻ ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.